അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ സ്കൂളുകാർ വിളിച്ച് വരുത്തി, പോലീസുകാരൊക്കെ എത്തി. പിന്നെ സ്കൂളുകാർ വിളിച്ചെത്തിയപ്പോൾ കല്ലേറ്, കുന്തം, കുറച്ചക്കരം അതൊക്കെയായി. അതിനുശേഷമായിപ്പോഴാണ് പുള്ളി വരുന്നത്. പിന്നെ കാറ് മറിച്ച്, കാറ് തട്ടിയുള്ളത്, ഈ വണ്ടി പോയി. ഇപ്പോൾ അതുവരെ ഈ വണ്ടിക്കും ആ കാറുകൾക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല. അവർ വന്ന് കല്ലേറ് എന്ത് ഉദ്ദേശത്താണ് അവിടെ ചെയ്തത് എനിക്കറിയില്ല. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെ തുമ്പക്കൈയിൽ ഒരാളെ എടുത്ത് ഇങ്ങനെ അടിക്കാനായിട്ട് പോകുന്നു, ഒരാളെ ചവിട്ടാൻ പോകുന്നു. അങ്ങനത്തെ ഒരു ഭീകര ദൃശ്യമാണ് അവിടെ കാണുന്നത്. പെട്ടെന്ന് ആന അങ്ങനെ തിരിയുന്നു. നമ്മളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും മാറി. ഇതാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് ആലിൻ്റെ അപ്പുറത്താണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇവിടെയായിരുന്നു, നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു നടന്നിരുന്നത്. നമസ്കാരം. ആനക്കലി പൂണ്ട ആനകൾ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നു. ആനക്കലി പൂണ്ട മനുഷ്യരെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു. 2 മനുഷ്യജീവനുകളാണ് ആനക്കലിയിൽ ഇല്ലാതായത്. ഒന്ന് അങ്കമാലിയിൽ, മറ്റൊന്ന് ഇരിങ്ങാലക്കുടയിൽ. രണ്ടും അടുത്തടുത്ത മേഖലകളിൽ തന്നെയാണ്. അങ്കമാലി കിടങ്ങൂർ എന്ന സ്ഥലത്ത് കൊല്ലം മയ്യനാട് അരുണിമ പാർത്ഥസാരഥി എന്ന ആനയാണ് ആനയുടെ ഒരു സഹായിയായിട്ടുള്ള, അതായത് ആനയെ കൊണ്ടുവന്ന ആ ലോറിയുടെ ഡ്രൈവറെ തന്നെ ചവിട്ടി കൊലപ്പെടുത്തിയത്. രാവിലെ 9:30 മണിക്ക് ആന ഇടഞ്ഞിട്ട് ഏകദേശം ഒരു 12:30 വരെ 3 മണിക്കൂർ സമയം അതിശക്തമായിട്ടുള്ള ആനയുടെ ആക്രമണമായിരുന്നു ആ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായത്. വാർത്താമാധ്യമങ്ങളിലൂടെ പലരും അക്കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. എന്താണെങ്കിലും ഇവിടെ ആ ഒരു സംഭവം ഒന്ന് എടുത്തു കാണേണ്ടതാണ്. കാരണം നല്ലൊരു ചെറുപ്പക്കാരൻ ആനയുടെ സഹായിയായിട്ടും അതോടൊപ്പം തന്നെ ആനയെ കൊണ്ടുവരുന്ന ലോറിയുടെ ഡ്രൈവറായിട്ടും പ്രവർത്തിച്ചിരുന്ന പത്തനംതിട്ടക്കാരനായിട്ടുള്ള ജിഷ്ണു എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ ആനയുടെ പാപ്പാൻ പരിക്കുകളോടെ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നു. രാവിലെ 9:30 മണിക്ക് ഇടഞ്ഞ ആനയെ തളയ്ക്കാനായിട്ടുള്ള സംഘം, അതായത് ആനയെ ഏതെങ്കിലും രീതിയിലൊക്കെ മയക്കി എടുക്കാനും അല്ലെങ്കിൽ വരുതിയിൽ വരുത്താനുമായിട്ടുള്ള സംഘങ്ങളാരും ഉടനടി എത്തിച്ചേർന്നില്ല. RRT സംഘം പോലും കൂടെ 11:30 മണിക്കാണ് എത്തിച്ചേർന്നത്. അതിനുശേഷം അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നും എലിഫൻറ്റ് സ്ക്വാഡും കൂടെ എത്തിയതിന് ശേഷമാണ് ആനയെ മയക്കുവെടി വെച്ചെങ്കിൽ പോലും കൂടെ വീണ്ടും ഒരു അരമണിക്കൂറിനും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ആനയെ ഒരുവിധം ഒന്ന് തളയ്ക്കാനായത്. അതിനുശേഷമാണ് അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഒരു അന്തരീക്ഷം ഒന്ന് തണുപ്പിച്ച് ആനയെ അതിനുശേഷം മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ഇതാണ് രാവിലെ ഉണ്ടായ ഒരു സംഭവം. അതേ സമയത്ത് തന്നെ ഇരിങ്ങാലക്കുടയിൽ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അത് കാര്യമായിട്ട് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇരിങ്ങാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇന്നലെ കൊണ്ടുവന്ന ആന, അതായത് 30-ാം തീയതി കൊണ്ടുവന്ന ആനയാണ്. 30-ാം തീയതി വൈകിട്ട് തന്നെ ആന ഇടച്ചിൽ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഇന്നേ ദിവസം, അതായത് 1-ാം തീയതി അതിനെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാതെ അകറ്റി നിർത്തിയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ഇന്നലെ മാറ്റി നിർത്തിയിരുന്ന ആന ഇന്ന് ഉച്ചയ്ക്ക്, അതായത് 1-ാം തീയതി ഏകദേശം ഉച്ച സമയത്ത് അതിൻ്റെ 2ാം പാപ്പാനായിട്ടുള്ള ശ്രീകുട്ടൻ എന്ന വ്യക്തിയെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഈ ആനക്കലിപ്പിൽ 2 മനുഷ്യജീവനുകളാണ് ഇല്ലാതായത്. നമുക്കറിയാം, ഈ ഒരു ചൂടിൻ്റെ ഒരു സമയം എല്ലാ ജീവികൾക്കും ഈ ചൂട് അസഹനീയമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ആനകളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രോത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്ന ആനകൾ എപ്പോഴും ഈ ചൂട് സഹിക്കാൻ വയ്യാതെ ആക്രമണത്തിന് അവർ മുതിരുന്നതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി വളരെ വിദഗ്ധരായിട്ടുള്ള പല വ്യക്തികളും വളരെ നല്ല റിപ്പോർട്ടുകളൊക്കെ സർക്കാരിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് 2 പേരല്ല, 100 പേരല്ല, 200 പേര് മരിച്ചു കഴിഞ്ഞാൽ പോലും അതൊന്നും വിഷയമല്ല എന്നുള്ളൊരു നിലയിലേക്ക് ഇവിടുത്തെ സാമൂഹ്യ നീതിബോധം അല്ലെങ്കിൽ സാമൂഹ്യ വിശ്വാസത്തിൻ്റെ ഭാഗം എന്നേ പറയാൻ പറ്റുള്ളൂ. നീതിബോധം ഒരിക്കലും അതിനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ സാമൂഹ്യ കാഴ്ചപ്പാടിൽ അല്ലെ വിശ്വാസ ആചാരങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഇത്തരം മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിനൊന്നും വലിയ പ്രാധാന്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം നമുക്ക് പറയാനുള്ളത്, ഈ ആനക്കലി മനുഷ്യരിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ
അതായത് ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയിരുന്ന പയ്യൻ ആദിത്യൻ, തിരുവനന്തപുരംകാരാണ്. ബാംഗ്ലൂർ BTL നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അവിടുത്തെ അധ്യാപകരുടെ ക്രൂരമായ പീഡനങ്ങൾ കാരണം മരണപ്പെട്ടിരിക്കുകയാണ്. ആ മരണം കൊലപാതകമാണ് എന്നാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ എല്ലാവരും, ബന്ധുമിത്രാദികളെല്ലാം കൃത്യമായിട്ടും പറയുന്നത്. കാരണം തലേ ദിവസം പോലും കൂടെ വീഡിയോ കോളിൽ വിളിച്ച് അമ്മയോട് വളരെ നല്ല സന്തോഷത്തിലൊക്കെ സംസാരിച്ച കുട്ടി പിറ്റേന്ന് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു എന്നാണ് മാതാപിതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ കോളേജുകാർ പറയുന്നത് നേരെ മറിച്ചാണ്, ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം മയക്കുമരുന്നുകളുടെ കേന്ദ്രമാണ്. കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നുകളുടെ പോലും കൂടെ ഹബ്ബ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കുട്ടിയെ പോലും കൂടെ ആ കോളേജുകളിൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് ലോബിയെ പറ്റിയൊക്കെ ഉള്ള സൂചനകൾ പലയിടത്തും പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പലയിടത്തും കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതിൻ്റെ പേരിലുള്ള ഒരു വൈരാഗ്യം അവിടെ നിലനിന്നിരുന്നു. ആ കോളേജിലെ ചില അധ്യാപകർ പോലും ഇതിൻ്റെ ആൾക്കാരാണ് എന്നുള്ളതും അവിടെ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ആ അധ്യാപകനെ ഒക്കെ കൂടി ഈ കുട്ടിയെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ആദിത്യൻ, തിരുവനന്തപുരംകാരനാണ്. ആ വ്യക്തി എന്തായാലും ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്ന ആ മകൻ ഇല്ലാണ്ടാക്കി. നമുക്കറിയാം ഈ അടുത്തത് കുറച്ച് ദിവസങ്ങളായുള്ള തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു ദന്തൽ കോളേജിൽ പഠിക്കാൻ പോയ, കണ്ണൂർ ദന്തൽ കോളേജിൽ പഠിക്കാൻ പോയ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഇതുപോലെ തന്നെ ഏകദേശം സമാനമായ രീതിയിൽ തന്നെ മരണപ്പെട്ട ഒരു കാര്യം. അത് കുറേ വാർത്ത ചർച്ചയൊക്കെ ആയെങ്കിൽ പോലും കാര്യമായ പുരോഗതികളൊന്നും ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല. അതിനകത്ത് പ്രതികളായിട്ട് അന്ന് തന്നെ കണ്ടെത്തിയിരുന്ന MK റാം ഈ നിമിഷം വരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പകരമായിട്ട് വടക്കേണ്ടിയിൽ പോയിട്ട് ഏതാണ്ട് ലോൺ ആപ്പിൽ നിന്നും ഈ പയ്യൻ 14,000 രൂപ ലോൺ എടുത്തു. ലോൺ ആപ്പുകാരുടെ ഭീഷണി മുഖാന്തരമാണ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു പരത്തിക്കൊണ്ട് വടക്കേണ്ടിയിൽ പോയിട്ടൊരു 3 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും ജയിലിലാക്കി. പക്ഷേ പ്രധാന പ്രതിയായിട്ടുള്ള ഈ കോളേജിലെ ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള യഥാർത്ഥ പ്രതിയായിട്ടുള്ള MK റാം എന്ന നികൃഷ്ട ജീവിയെ ഈ നിമിഷം വരെയും കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആ കേസ് ക്രൈം ബ്രാഞ്ചിന് മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ MK റാമിനോടൊപ്പമുള്ള മറ്റൊരു അധ്യാപക ലേവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു ദുഷിച്ച ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം. അതായത് ഈ നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ കൊലയാളികൾ എന്ന രീതിയിലേക്ക് തന്നെ കുടുംബക്കാർ ആരോപിക്കപ്പെടുന്ന ഈ MK റാമിനോടൊപ്പമുള്ള KT സംഗീത ഇപ്പോൾ മുൻകൂർ ജാമ്യം എന്തായാലും ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവരെ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ അറസ്റ്റ് ചെയ്ത് ഒരു പോലീസിൽ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഇപ്പോൾ ആ നിതിൻ രാജിൻ്റെ മരണമാണെങ്കിലും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ആദിത്യൻ്റെ മരണമാണെങ്കിലും ബാംഗ്ലൂർ നേഴ്സിംഗ് കോളേജിൽ മരണപ്പെട്ട ഈ ആദിത്യൻ്റെ മരണമാണ്. ഇതൊക്കെ ആ കുടുംബത്തിൻ്റെ ഏക അത്താണി അല്ലെങ്കിൽ ഏക ആശ്രയം, ഏക പ്രതീക്ഷയായിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതായത്. ഇതൊക്കെ ഇല്ലാതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കിയ ഈ അധ്യാപക വേഷം അണിഞ്ഞിട്ടുള്ള ഈ 2 കോളേജിലെ അധ്യാപക വേഷം അണിഞ്ഞിട്ടുള്ള ക്രിമിനലുകളാണ് ഈ കുട്ടികളുടെ ജീവൻ ഇല്ലാതാക്കിയത്. അതുതന്നെയാണ് മനുഷ്യർക്കുണ്ടാകുന്ന ആനപ്പക എന്ന് പറഞ്ഞത്. അതായത് ഇത്തരം ആനപ്പകകൾ മനുഷ്യരിലുണ്ടായി കഴിഞ്ഞാലും മനുഷ്യജീവനുകൾ ഇല്ലാതെയാവുന്നു. യഥാർത്ഥ ആനകൾക്ക് ആനപ്പക വരുമ്പോഴും മനുഷ്യജീവനുകൾ ഇല്ലാതാവുന്നു. ആനകളുടെ ആനപ്പക എന്ന് പറയുന്നത് അത് മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആനപ്പകയാണെന്നുള്ളത് നമുക്കറിയാം. ഇന്നിപ്പം ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു 2 ആനകളുടെ ആക്രമണമാണെങ്കിൽ പോലും കൂടെ ഈ ചൂട് കാലത്ത് ആനകൾക്ക് വേണ്ട തണുപ്പും അത്തരം വല്ല വെള്ളവും അത്തരം ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ജീവികൾ പ്രകോപനപരമായിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ പാമ്പുകളുടെ കാര്യം നമുക്കറിയാം, തെരുവ് നായ്ക്കളുടെ കാര്യം നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഈ ആനകളുടെ ഈ ആക്രമണമാണെങ്കിൽ. എന്തായാലും ഇത്തരം കാര്യത്തിനകത്തൊക്കെ കുറേ കൂടി പൊതുസമൂഹം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. ഇനി പൊതുസമൂഹം ഏറ്റവും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു ഭാഗത്തെപ്പറ്റി ഇന്ന് കാര്യമായിട്ട് ആരും വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നുവെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ ആരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതായത് ഗ്യാസിൻ്റെ വില
നമ്മൾ നിത്യോപയോഗ സാധനമാണ് ഇന്നിപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാചകവാതക ഗ്യാസിൻ്റെ വില ഏകദേശം 50% വർദ്ധിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇതിനു മുമ്പ് 2100 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3173 രൂപ ആയിരിക്കുകയാണ് ഒരു പാചകവാതക സിലിണ്ടറിൻ്റെ വില. അതായത് 19 കിലോയുടെ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിൻ്റെ വില. ഇതിനെതിരെ ശക്തമായിട്ടൊരു പ്രതികരണം സമൂഹത്തിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. നേരത്തെയൊക്കെ ഒരു 100 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ പോലും കൂടെ സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികളാരും തന്നെ ഇന്നിപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 1000 രൂപയോളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ടോട്ടലി വരുമ്പോഴത്തേക്കും ഏകദേശം 50% വിലവർധന പോലെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ശക്തമായിട്ടൊരു പ്രതികരണം വന്നിട്ടില്ല. ഇത് ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഇനിയും ഓരോരോ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കൂടുന്നു. നമുക്കറിയാം ഇവിടെ പാചകവാതകത്തിന് അങ്ങനെ ഒരു വിലവർധന വരുമ്പോഴത്തേക്കും ഹോട്ടലുകളിലെല്ലാം വമ്പൻ വില കൂടലുകൾ ഇനി മുന്നോട്ട് വരും. ഇപ്പോൾ തന്നെ പല ഹോട്ടലുകളിലും തോന്നുന്ന വിലകളാണ് ഈടാക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിനകത്തൊക്കെ തോന്നുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ പൊതുസമൂഹ വികാരം ഉണർന്നു വരേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.